ഹലോ, എനിക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാണ്ട് കേട്ടോ. എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു ടിപ്സും കൂടി ഞാൻ പറഞ്ഞു തരാം. എനിക്ക് ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 45 ഇഞ്ചാണ് കേട്ടോ വേണ്ടത്. എന്നാൽ ഈ തുണിയുടെ ഡിസൈൻ വന്നിട്ട് ലൈനാണ് വന്നിരിക്കുന്നത്. തുണിയുടെ നീളം വന്നിട്ട് എനിക്ക് 45 ഇഞ്ച് കിട്ടുമെന്ന് വെച്ചാലും ഇതിൻ്റെ ഡിസൈൻ, അതായത് ഈ ലൈൻ വന്നിട്ട് റൗണ്ടനെയാണ് ഈ ലൈൻ വരിക. അപ്പോൾ അത് കാണാൻ ഭംഗിയുണ്ടാവില്ല. നമ്മൾ ഈ ലൈനായിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ അത് നീളത്തിൽ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് കാണാൻ നല്ല ഭംഗിയുണ്ടാവുക. എന്നാൽ അങ്ങനെ തുണി എടുക്കുമ്പോൾ എനിക്ക് 45 കിട്ടുന്നില്ല, വെറും 42 കിട്ടുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ മെറ്റീരിയൽസിനൊക്കെ ചെയ്യാവുന്ന ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോൾഡർ ജോയിന്റ് ഇടാം കേട്ടോ. ലൈനിങ് തുണി കറക്റ്റ് ആയിട്ട് വെട്ടിയിട്ട് നല്ല തുണിയുമ്പോൾ നമ്മൾ ഷോൾഡർ, അതായത് നമ്മുടെ ഈ കഴുത്തിന്റെ ഭാഗം കുറച്ചിങ്ങനെ കയറ്റി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനൊരു പീസ് 2 പീസ് നമ്മൾ എക്സ്ട്രാ ഒരു 5 ഇഞ്ചിൽ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അവിടെ വെച്ച് ജോയിന്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതുപോലത്തെ ഡിസൈനുള്ള മെറ്റീരിയലാണെങ്കിൽ ആ ഡിസൈൻ കറക്റ്റ് ഒപ്പം വരാവുന്ന വിധത്തിൽ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് ഏത് ഡിസൈൻ ആണെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് ഒപ്പം വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നോക്കുമ്പോൾ അവിടെ ജോയിൻ്റ് ഇല്ലാത്ത പോലെ തോന്നും കേട്ടോ. പിന്നെ ഇപ്പോൾ ചെറിയ ജോയിൻ്റ് ആണെങ്കിലും നമ്മൾ ഷോളൊക്കെ ഇങ്ങനെ 2 ഭാഗത്തേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റായിട്ട് അത് പെട്ടെന്ന് കണ്ടുപിടിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നല്ല ലെങ്ത്തുള്ള ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തുണി തികയില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഷോൾഡർ ജോയിൻ്റ് ഇട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെൽ ബട്ടൺ അമർത്തിക്കോളൂ. എന്നാലാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ.